അച്ഛനോട് പാത്തിരിക്കണേരുന്നു. ആണോ? എനിക്ക് തോന്നി. എന്തേലും പോൻ? ഞാൻ കണക്കോടിച്ചോണ്ടിരിക്കണ്. മാത്തമാറ്റിക്സ് ഓഫ് ദ ഹാരിത്തമെറ്റിക്സ്. അതേനെ കണക്കോടിക്കണ നല്ലതാണ്. അച്ഛനോട് ചോദിച്ചോ. അച്ഛന് ചോദിക്കാനാ? കണക്ക് പറഞ്ഞുതരാനാ? പിന്നെ അതിന് അച്ഛന് കണക്കറിഞ്ഞൂടില്ല. നമ്മുടെ അടുത്ത് പോയി പഠിക്കണ കണക്ക് അമ്മക്ക് ഒട്ടറിഞ്ഞൂടാ. അതൊക്കെ നിനക്കറിയാ? അതെനിക്കറിയാ. അതായത് ഇന്നലെ ഉണ്ടല്ല അമ്മേ തെക്കല് രാഘവച്ചോട് പറയണേ, എടാ രാഘവ നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയിന്ന്. അച്ഛാ എനിക്ക് നല്ലതൊക്കെ പറയിപ്പിക്കണം. നല്ലത് പറയിപ്പിക്കണം. നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അച്ഛനെ പോലെ നല്ലതാവണം. നല്ലതാവണം. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ നല്ലത് പറയിപ്പിച്ചാൽ മോന്റെ ക്ലോസറ്റ് ഫോട്ടോ അച്ഛൻ പാസ്പോർട്ട് സൈസ് ഇവിടെ വീട് മുറ്റത്ത് വെച്ചിട്ട് മാലയിട്ട് തിരികെത്തിക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്തോ, അച്ഛനൊരു പൂമാല വാങ്ങിച്ച് വെച്ചോ. നല്ലത് പറയിപ്പിച്ചാ? ഞാൻ നല്ലത് പറയിപ്പിച്ചിട്ടുണ്ട്. വടക്കേലെ ശാന്ത ചേച്ചി ഇല്ലേ, ശാന്ത ചേച്ചി ഞാൻ ഒരു ഉമ്മം കൊടുത്ത്. അപ്പൊ ശാന്തി ചേച്ചനോട് പറയണേ, നീ അച്ഛനേക്കാൾ മുടുക്കനാടാന്ന്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ എനിക്ക് ഒരുപാട് സംശയം ഉണ്ടോ? അതായത് അച്ഛനും ഞാനും കൂടി ഇന്നാളെ സിനിമക്ക് പോയില്ലേ, ഇന്നാള് സുമ്മാക്കോട്ടയിൽ പോയില്ലേ, ഇന്നാള് അപ്പൊ സിനിമ വന്ന സമയത്ത് ഒരു ചേട്ടൻ വെള്ളത്തിൽ വീണില്ലേ, വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ മരിക്കാൻ പോയതേ. അപ്പൊ ആ ചേട്ടനെ കരയ്ക്ക് കയറ്റി കിടന്നു വേറൊരു ചേട്ടൻ ഇങ്ങനെ മുഖം വെച്ചുണ്ട് കാണിച്ചില്ലേ, അതെന്താണ് വെച്ചാ? കൃത്രിമ ശ്വാസം. കൃത്രിമ ശ്വാസം കൊടുക്കണത്? ക്രിസ്മസ് ശ്വാസമല്ല, കൃത്രിമ ശ്വാസം. ശ്വാസം കിട്ടാതെ വരുമ്പോ കൃത്രിമ ശ്വാസം കൊടുക്കണേ. അത് കൊടുക്കണേണോ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് വെച്ചാ, ഇവിടുത്തെ വേലക്കാരി ശാന്തൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ശ്വാസമില്ലേ? എന്താ മോനെ അങ്ങനെ ചോദിച്ചത്? അച്ഛൻ ഡെയിലി കയറി പുള്ളിക്കാരത്തിക്ക് ശ്വാസം കൊടുക്കാറില്ല, കൃത്രിമ ശ്വാസം. അച്ഛൻ ഇന്നാള് പറഞ്ഞില്ലേ, അച്ഛന്മാരാണ് ഏറ്റവും വലിയ കഴിവുള്ള ആൾക്കാരെന്നൊക്കെ. പിന്നെ അതറിഞ്ഞൂടെ? എടാ നിന്നേക്കാൾ എത്ര ഓണം ഞാൻ കൂടുതലുണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളാണ് ഏറ്റവും കഴിവുള്ള ആൾക്കാർ. അല്ലല്ല, അച്ഛന്മാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയും സാമർത്ഥ്യവും കഴിവുള്ളവർ. ഇക്കാര്യത്തിൽ ഞാൻ സമ്മതിക്കൊണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അച്ഛന്മാരാണ്. അച്ഛൻ മക്കളാണോ വലുത്? തർക്കിക്കരുത്. കഴിവുള്ള മക്കളാണ്. ഇറങ്ങിപ്പോയി ഞാൻ പറമ്പിൽ കിടക്കും, ഞാൻ തർക്കിക്കരുത്. ഞാൻ ഉദാഹരണം പറഞ്ഞേ, ഉദാഹരണം പറയട്ടെ. മക്കളാണ് വലുതെന്നുള്ളത്? അച്ഛന്മാരെ തന്നെയാണ് വലുത്. ഇല്ല, മക്കളാണ് വലുത്. ഒരു ഉദാഹരണം ഇട്ടേ നീ. ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം ഇട്ടേ. അതെ, ഞാൻ ഫസ്റ്റ് കൂടെ മുടിക്ക് കീഴടിക്കുന്നതായിരുന്നു സെൻസിലാരി. അവരച്ഛന്മാർക്ക് കീഴടക്കാൻ പാടില്ലായിരുന്നു. എന്താണ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ റേഡിയോ കണ്ടുപിടിച്ചാരാണ്? മേഡം കൂറി. അങ്ങനെയാണെങ്കിൽ മേഡം കൂറിയുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറയല്ലെന്ന്. ചോദിക്കാനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അതാണ് പറഞ്ഞത്, ഏറ്റവും വലുത് മക്കൾ തന്നെ, കഴിവുള്ള മക്കൾ തന്നെയെന്ന് പറഞ്ഞത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം. സംശയം ചോദിക്കാൻ പാടുള്ളൂ, അച്ഛനെ കൊടുക്കാൻ പാടുള്ളേ. അതായത് അച്ഛൻ എങ്ങനെ ഉണ്ടായത്? അത് പറ. അതായത് കുഴക്കണ ഹൗസിനാണല്ലേ അച്ഛൻ പറയാച്ചത്. ഒരു ദിവസം മാനത്തോടെ ഒരു ഹെലികോപ്റ്റർ പോണേയിരുന്നു. അച്ഛൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ മാനത്തിന്റെ മുകളിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു പാരച്ചൂട്ട് താഴെ വീണു. ആ പാരച്ചൂട്ടിന് നോക്കുമ്പോ അച്ഛൻ പുഞ്ചിരിച്ച് കിടക്കണം. അങ്ങനെ അച്ഛൻ ഉണ്ടായത്? അങ്ങനെ അച്ഛനെ ഉണ്ടായത് എങ്ങനെയാണ്? അച്ഛന്റെ അപ്പൂപ്പൻ ഉണ്ടായത് എങ്ങനെയാണ്? ഒരു ബൂയിങ് ഇവിടെ കൂടി ചീർപ്പാഞ്ഞു പോണേയിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു 7 അടി പൊക്കമുള്ള ഒരു 4.5 പെട്ടി ഇവിടെ താഴെ വീണു. ഒരു സൂട്ട് കേസ്. അത് തുറന്നു നോക്കിയപ്പോ അച്ഛൻ. എന്റെ ദൈവമേ, അപ്പൊ അമ്മമ്മ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മമ്മ ഇതുപോലെ ഒരു വേറൊരു പെട്ടി താഴത്ത് വീണപ്പോ അമ്മമ്മ തുറന്നു നോക്കുമ്പോ അമ്മമ്മ ഉണ്ടായി. ഇത് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ അച്ഛൻ സംശയം ചോദിച്ചോട്ടെ, അപ്പൊ കാലാകാലങ്ങളായിട്ട് ഇവിടെ പ്രസവം എന്നൊരു സംഭവം നടന്നിട്ടില്ലേ? എന്ത് വൃത്തികെട്ട കുടുംബമാണ്.